നമ്മളെല്ലാവരും ഭഗവാനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്, ഭഗവാനെ ആരാധിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ഭഗവാനെ സ്തുതിക്കണ പുകഴ്ത്തിപ്പറയുന്ന ആൾക്കാരാണ്, ഭഗവത് കഥകളിലൂടെ ആസ്വാദനം അനുഭവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇതൊക്കെ തിരിച്ചും അനുഭവപ്പെടുന്നു എന്നാണ് പറയുക അല്ലെ? താൻ ഭക്തദാസനാണെന്ന് ഭഗവാൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇതിനു മുമ്പ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ, ആ ഭക്തന് വേണ്ടി റൂട്ട് ചെയ്യണ ഭഗവാൻ, ഭക്തന് വേണ്ടിയിട്ട് ചിയർ ചെയ്യണ ഭഗവാൻ, അല്ലെങ്കിൽ ഭക്തനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാൻ, അങ്ങനെ ഒരു ഉദാഹരണം ഈ നാരായണീയ രചനയിൽ തന്നെ കാണാൻ സാധിക്കും. 24-ാമത്തെ ദശകം പ്രഹ്ലാദചരിതം ആരംഭിച്ചിട്ട് ഹിരണ്യകശിപു, ദുഷ്ടനായിട്ടുള്ള ഹിരണ്യകശിപു പുത്രനായ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ ബലം എന്ന് ചോദിച്ചപ്പോൾ ബലം മേ വൈകുണ്ഠ, ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ പറഞ്ഞപ്പോൾ ക്രോധത്തോടുകൂടി ആ മുൻപിലിരിക്കുന്ന സ്തംഭത്തിന്റെ മുൻപിൽ ഇടിച്ചിട്ട് അല്ലെ, ഇതിൽ ഭഗവാൻ ഉണ്ടോ എന്നുള്ള ഭാവത്തിൽ ആ ഹിരണ്യകശിപു പുറപ്പെടുന്ന സമയത്ത് അവിടെ വെച്ച് നിർത്തി 24-ാമത്തെ ദശകം. അതപശ്ചാത് വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ഇതിനപ്പുറം എനിക്ക് പറയാൻ വയ്യ ഗുരുവായൂരപ്പ, അല്ലെ, എനിക്കതിനുള്ള ശക്തി ഇല്ല ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ടാണ് 24-ാമത്തെ ദശകം അദ്ദേഹം സമർപ്പിക്കുന്നത്. പിറ്റേ ദിവസം 25-ാമത്തെ ദശകം നരസിംഹാവതാരം എന്നുള്ള ദശകം എഴുതുമ്പോൾ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു എന്നാണ് നരസിംഹാവതാരത്തിന്റെ ആ ഒരു ആ ഒരു ശക്തി, ആ ഒരു ബലം അവിടെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭഗവാൻ വീണ്ടും അവതരിച്ചോ എന്ന് തോന്നുമാറാണ് ആ നരസിംഹാവതാരത്തിന്റെ ആ ഒരു പുറപ്പാട് തന്നെ അല്ലേ? സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരസ്തവാഭുദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശന സംബപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത് എന്ന് പറഞ്ഞിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു വർണ്ണനയാണ്. അതേപോലെ തന്നെ നമുക്കത് വായിക്കുമ്പോൾ തന്നെ, പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും. ആചാര്യന്മാർ പറയുക, ഭഗവാൻ ആ തലേ ദിവസം ഭട്ടതിരിപ്പാട് പറഞ്ഞല്ലോ എനിക്കിനി എഴുതാൻ വയ്യ, ഇതിലപ്പുറം എനിക്ക് പറയാൻ വയ്യ എന്ന് പറഞ്ഞ സമയത്ത് അന്ന് രാത്രി ഭഗവാൻ ആടിയ എണ്ണ കൊണ്ട് ഈ ഭട്ടതിരിയുടെ കയ്യും കാലും ഒക്കെ ഒഴിഞ്ഞു കൊടുത്തു എന്നാണ്. നാളെ അങ്ങ് നരസിംഹാവതാരം എഴുതുമ്പോൾ അത് അറിയണം, അങ്ങേക്ക് എഴുതാൻ സാധിക്കും, അങ്ങേക്ക് അതിനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് അറിയണം, നരസിംഹാവതാരാണ് എഴുതണത് എന്നുള്ളത് അറിയണം, അത് കാണണം എന്നുള്ള ഭാവത്തില് ഭഗവാൻ എഴുതിയത്. അപ്പോൾ ഭക്തനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അല്ലേ? ആ ഒരു ദൃശ്യവും ഈ നാരായണീയ രചനയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നർത്ഥം. അപ്പൊ നാരായണീയത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരം. ആ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ആയത് കാരണം ഇത് മനസ്സിലേക്ക് വന്നപ്പോൾ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഹരേ കൃഷ്ണ.